പിരിച്ചോട്ടെ, പരിപാടി നടത്തിക്കോട്ടെ. പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. സാർ നേരത്തെ പറഞ്ഞല്ലോ ഈ പരിപാടി മാറ്റിവെക്കണമെന്നുള്ളതാണ്. ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ഉദ്ദേശമില്ല. പരിപാടി നടക്കണമെന്നേ. ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി അനുകൂലിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അത് ആളുകളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്ന് അവർക്ക് പ്രയോജനം കിട്ടുന്നില്ല. 1.5 മണിക്കൂർ പിണറായി വിജയനും മന്ത്രിമാരും വന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ അരിയില്ലാത്തടത്ത് അരിയും പെൻഷൻ ഇല്ലാത്തടത്ത് പെൻഷനും എത്തുമോ? സാർ പറ. നിങ്ങൾ അങ്ങനെ പറയല്ലേ. കാരണം എങ്ങനെയാണ് ഈ പറയുന്ന സംവിധാനം നടക്കുന്നതിന് മുൻപ് ഇതൊക്കെ നിങ്ങൾ തീരുമാനിച്ചിട്ട് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അവര് നടത്തി കാണിക്കട്ടെ. നിങ്ങൾ പരിപാടി എങ്ങനെയാണെന്ന് അറിയിച്ചു കഴിഞ്ഞു. എങ്ങനെയൊക്കെയാണ് പരിപാടി, ആരൊക്കെ സംസാരിക്കും, കൗണ്ടറുകൾ 7 കൗണ്ടറുകളാണ്. ജനങ്ങൾക്ക് പരാതി മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും നേരിട്ട് പറയാൻ പറ്റില്ല. ശ്രീ പറയാൻ പറ്റിയ ഉദ്യോഗസ്ഥരോട് പറയാൻ എന്തിനാണ് ഇവർ ബസ് പിടിച്ച് പോകുന്നതെന്നേ. ഒരു ഉദ്യോഗസ്ഥരുടെ അടുത്ത് ഇവര് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മാത്രം പരിഹരിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല പോകുന്നത്. അവിടെയുള്ള വികസന പ്രശ്നങ്ങളും. അതുകൊണ്ട് അവർ നവകേരള സദസ് എന്ന് പേരിട്ടത്. ആദ്യമേ എന്താ ജനസദസ് എന്നായിരുന്നു പേരിട്ടിരുന്നത്. അത് മാറ്റി നവകേരള സദസ്സാക്കി. കാരണം എന്താണ്? നാടിന്റെ വികസനം കൂടെ അവരെ മനസ്സിലുണ്ട്. ഒന്ന് പറഞ്ഞോട്ടെ, ഇതെങ്ങനെയാണ് ഈ യാത്രയിലൂടെ വികസിപ്പിക്കുന്നതെന്ന് കൂടി അവർ ഒരു പദ്ധതി വിഭാവനം ചെയ്യുമ്പോൾ ആ പദ്ധതിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ റിപ്പോർട്ടിങ് അത് ആ സ്ഥലത്തിരുന്ന് മന്ത്രിസഭ കൂടി അവിടുത്തെ അതിന്റെ എഫക്റ്റഡ് പാർട്ടികളെയും അതിന്റെ സംവിധാനങ്ങളെയും കൂട്ടിയിരുത്തി തീരുമാനം എടുത്ത് അവിടെ മന്ത്രിസഭ തീരുമാനം എടുക്കുകയാണെങ്കിൽ ആ പദ്ധതി നടപ്പിലാക്കിയതാണ്. ഈ കൂടിയാലോചന ഉണ്ടെങ്കിൽ ഞാൻ 100% സാറിന്റെ അഭിപ്രായത്തിന് ഒപ്പം വന്നേ.